ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് അല്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. ഒരുപാട് ഹെയർ ഡൈ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മൾക്ക് ട്രൈ ചെയ്താലും റിസൾട്ട് കിട്ടാറില്ല. ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ ട്രൈ ചെയ്താൽ എന്തായാലും റിസൾട്ട് കിട്ടും. ഞാനിവിടെ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, വെറും 2 ചേരുവകൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളമാണ് എടുക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം മാത്രം തലയിൽ തേച്ചാൽ മതി. 2 പ്രാവശ്യമായിട്ട് നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് ഹെന്ന പൗഡറാണ്. ഞാനിതിവിടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഹെന്ന പൗഡറാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി മൈലാഞ്ചി വീട്ടിലുള്ളവരാണെങ്കിൽ അതിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ എടുത്താൽ തന്നെ നല്ലോണം തേക്കാനുണ്ടായിരിക്കും. അതായത് നല്ലപോലെ മുടിയുള്ളവരാണെങ്കിലും കുറേ തേക്കാനുണ്ടായിരിക്കും. ഇനി വേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. ചൂട് ഒരുപാട് കൂടിപ്പോകരുത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ള മിക്സ് അല്ല നമ്മൾക്ക് വേണ്ടത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് തേക്കുമ്പോൾ ഒലിച്ചു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്രയും വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ മാത്രം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾക്കിതെടുത്ത് തേക്കാൻ പറ്റും. മൈലാഞ്ചി ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് രാത്രി തേച്ച് കഴിഞ്ഞാൽ കോൾഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒഴിവ് ദിവസങ്ങളിൽ രാവിലെ തേക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് അതോടെ നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് ഇളകി വരുന്നത്. ഇപ്പോൾ ഇത് അതോടെ 8 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ മൈലാഞ്ചി കലക്കി വെച്ചതൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് അല്ല ചേർക്കേണ്ടത്. ആദ്യമേ തന്നെ അതും നമ്മൾക്ക് കലക്കിയെടുക്കണം. അത് വേറെ പാത്രത്തിൽ കലക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാണ് വേണ്ടത്. നീലേമരി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ഹെന്നയും നീലേമരിയും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾക്ക് 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നമ്മൾ ഹെന്ന 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇത് നമ്മൾക്ക് 4 ടേബിൾ സ്പൂൺ വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മൈലാഞ്ചി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്താൽ തന്നെ കുറേ തേക്കാനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞത്. മൈലാഞ്ചി എടുത്ത അതേ സ്പൂൺ കൊണ്ട് തന്നെ ഇത് 4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് നമ്മൾ തലയിൽ തേക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ടാണ് കലക്കിയെടുക്കേണ്ടത്. കലക്കി കഴിഞ്ഞിട്ട് ഇത് കുറേ നേരം വെക്കരുത്. ഇതും നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. നമ്മൾ മൈലാഞ്ചിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ ഇതിനകത്തും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒലിച്ച് താഴെ വീഴാൻ തുടങ്ങും. പിന്നെ ഒരുപാട് തിളച്ച വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിതിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അവിടെ മൈലാഞ്ചി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മളിപ്പോൾ കലക്കിയെടുത്ത നീലേമരി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തലയിൽ തേക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, തലയിൽ തീരെ എണ്ണയൊന്നും പാടില്ല. നമ്മളിത് തേക്കുമ്പോൾ എണ്ണയുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനത്തെ ഡൈ ഒക്കെ തേച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഡൈ ശരിക്കും പിടിക്കില്ല. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾക്ക് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തേക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് ബ്രഷാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബ്രഷ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം ഇവിടെ ഇത് താടിയിലാണ് തേച്ച് കാണിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കയ്യിൽ ഒന്ന് തേച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം താടിയിലൊക്കെ തേച്ച് കൊടുക്കാം. ഇപ്പം ഇവിടെ അലർജി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരെ ഇത് താടിയിൽ തേക്കുന്നത്. താടിയിലും മീശയിലും തലയിൽ വേണമെങ്കിലും തേക്കാം. എല്ലാ സൈഡിലും ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുക്കുക. ഇനി നല്ല തിക്ക് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ ഒന്ന് ചീവി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ ആയി കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഡൈ തേക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ മൈലാഞ്ചി തേച്ചിട്ട് പിന്നെ അത് കഴുകി കളഞ്ഞ് പിന്നീട് നീലേമരി തേക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ട് തേക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല കറുപ്പായിട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഏകദേശം 3 തൊട്ട് 4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. അതല്ല കുറച്ചൊരു നാച്ചുറൽ ലുക്ക് വേണം, ഒരുപാട് ഡാർക്ക് ആവണ്ട എന്നുള്ളവരാണെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്താലും മതി. ഇപ്പം ഞാനിവിടെ 2 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഷാമ്പു നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ ആ ദിവസം തന്നെ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഡേ ആണ് ഷാമ്പു നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും മുടി കുറച്ച് ഡ്രൈ ആയ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു യൂസ് ചെയ്യാം. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക. ഇപ്പോൾ ഞാനിതിവിടെ കഴുകി കളഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഹെയർ ഡൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിനു മുന്നേ ഞാൻ കുറേ ഹെയർ ഓയിലിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി കണ്ടാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്